ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇത് അപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അപ്പപ്പൊടി വെച്ച് അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അപ്പത്തിൻ്റെ പൊടി മേടിക്കുന്നത്. ഈ കോക്കോപ്പെണ്ണ ഞാൻ തേങ്ങ തിരുകുന്നതിൻ്റെ അടുത്ത് വന്ന് കുറച്ചൊക്കെ കുത്തി പറക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പിടി ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി തേങ്ങ. ഇത് എടുത്തിട്ടാണ് മിക്സിയിൽ നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കും. എന്നിട്ട് ഈ അപ്പപ്പൊടി തട്ടി ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തല്ലേ അരച്ച് അങ്ങനെയല്ലേ അപ്പം ചൂടാറുള്ളത്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കാമെന്ന് വെച്ച് മേടിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം. അപ്പം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് മാവും കൂടി ഇട്ട് ഞാൻ ചേർത്ത് അരച്ച്. ഇനി ഈസ്റ്റാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈസ്റ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുവരെ ഒരു ഫുഡിനും ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് എനിക്ക് എന്ത് ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയാലും എൻ്റെ ഫേസ് ഒന്ന് മാറും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കട്ടിയായിട്ടിരുന്നു. അവർ ഫുൾ എയർ കളഞ്ഞ് വെച്ചിരുന്ന സാധനമാണ്. അതിൽ ഒരു സ്പൂൺ ഈസ്റ്റ് എടുത്ത് എനിക്കറിയത്തില്ല ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും. ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി നല്ലപോലെ അടച്ചിട്ട് ഒരു 10 മണിക്കൂർ ഇത് പുറത്ത് വെക്കണം എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ സംഭവം സെറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ അപ്പത്തിൻ്റെ മാവ് പച്ചരി വെച്ച് ആട്ടി എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അപ്പം ചൂടാൻ പോവുകയാണ്. പക്ഷേ എനിക്കിവിടെ അപ്പത്തിന് പാത്രമോ ദോശയ്ക്ക് പാത്രമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മളിവിടെ ഉള്ളതൊക്കെയാണ് വെച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസാക്കുന്ന ഈ പാൻ വെച്ചിട്ടാണ് അപ്പം ചൂടുന്നത്. അതുകൊണ്ട് തിരിച്ചിടാണ്ട് തന്നെ ഇത് ഒഴിച്ച് അടച്ച് വെച്ചിട്ടാണ് ചൂടുന്നത്. ദോശ പോലെ. ദോശ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇടത്തില്ലേ, ഇത് മറിച്ചൊന്നും ഇടാണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ വരും, ടേസ്റ്റൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാൻ നോക്കിയപ്പം അപ്പം സെറ്റായിട്ടുണ്ട്. ആ റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പം ഇല്ല. ഇങ്ങനെ കുറേ പേര് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചപ്പം അപ്പത്തിന് കറി ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. മുട്ട പുഴുങ്ങി ചേർക്കുന്ന കറിയല്ല, ജസ്റ്റ് മുട്ട പൊട്ടിച്ചതിനകത്ത് ഒഴിച്ച് റോസ്റ്റ് ചെയ്യുന്ന കണക്കത്തെ കറിയാണ്. അപ്പം അപ്പവും കറിയും സെറ്റായിട്ടുണ്ട്. നമ്മുടെ കോക്കോ പെണ്ണിന് കുറച്ച് അപ്പം കൊടുക്കണം. കോക്കോയ്ക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇല്ല, അവൾ ബഹളം ഉണ്ടാക്കും. അതിനുശേഷം ഞാനും അപ്പമൊക്കെ കഴിക്കുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം.